റിച്ച് പേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കറി ജോർജറ്റിൽ വരുന്ന സെറ്റുകൾ കാണാം. പ്യുർ ഹാൻഡ് വർക്ക് ആണ് ജോർജറ്റിൽ വരുന്ന. ഇതിലിപ്പോ ടോപ്പ് അതുപോലെ ബോട്ടം ദുപ്പട്ട എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെറ്റുകളാണ്. കുറെ പേരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡിങ് ആണ് ഈ സെറ്റുകൾ. അത് കോട്ടണിലായാലും അതുപോലെ ജോർജറ്റിലായാലും ഡോളർ സിൽക്കിലായാലും ഏതിലായാലും ചിക്കൻ കറി വർക്ക് നല്ല ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കൂടുതൽ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓരോന്നായി കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ. അതിലിങ്ങനെ ത്രൂ ഔട്ട് ചിക്കൻ കറി വർക്ക് എന്ന് പറയുന്നത് ഈ ത്രെഡ് വർക്ക് ആണ്, ഒക്കെ ഹാൻഡ് വർക്ക് ആണ്. ഇതില് നമുക്ക് ബാക്ക് സൈഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരെണ്ണം ഞാൻ കാണിക്കാം. നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെ ഈ ഒരു ഇങ്ങനെ ഈ പോർഷൻ, അതായത് നമുക്ക് ബോട്ടത്തിന്റെ ലോവർ എൻഡിൽ ഈ ഒരു വർക്ക് വരും. അപ്പൊ നമുക്കൊരു സെമി പലാസോ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് നന്നായിട്ട് വിസിബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതില് നമുക്ക് ദുപ്പട്ട, അതുപോലെ സ്ലീവിന്റെ എൻഡിലും ഇത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയില് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ ത്രൂ ഔട്ട് ഈ ഒരു സ്പ്രെഡിങ്ങും ലോവർ എൻഡില് ഇതുപോലെ ചെറിയൊരു ബോർഡേഴ്സ് പോലെ ഒരു ചിക്കൻ കറി വർക്ക് വരുന്നുണ്ട്. സ്ലീവും ഇങ്ങനെ തന്നെ വരും. സ്ലീവിലും ഇതുപോലെ തന്നെ വർക്ക് വരും. അപ്പോൾ നമുക്ക് കാണാവുന്ന പോർഷനിലൊക്കെ ഈ ഒരു ചിക്കൻ കറി ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് വരുന്ന സെറ്റുകളാണ്. ഇതിപ്പോ ഒരു ടോട്ടൽ 7.5 മീറ്റേഴ്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളറ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡില് ഈ ഒരു ത്രെഡ് വർക്ക് ആണ്, ചിക്കൻ കറി വർക്ക് ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് സെന്റർ പാനലിങ് പോലെയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു 3 പീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന ഒരു മോഡലിലാണ് ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വർക്ക് ആണ്. ഇതിലും ഇങ്ങനെ തന്നെ ബാക്ക് സൈഡും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്ലീവ്സിലും അതുപോലെ ബോട്ടത്തിന്റെ ലോവർ എൻഡിലും ദുപ്പട്ടയിലും ഒക്കെ ഇതുപോലെ തന്നെയുള്ള വർക്കാണ് വരുന്നത്. പ്രൈസും സെയിം തന്നെ 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് പ്യുർ ബ്ലാക്ക് കേട്ടോ. പ്യുർ ബ്ലാക്കിൽ ബ്ലാക്ക് ത്രെഡ് തന്നെയാണ്. വീഡിയോയിൽ ഇത് ഭംഗി കാണുന്നില്ലെങ്കിലും ഇത് ശരിക്കും ഭയങ്കര എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ബ്ലാക്ക് തന്നെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സെറ്റാണ്. ബ്ലാക്കിൽ ബ്ലാക്ക് ത്രെഡ് തന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സെന്റർ പാനലിംഗ് പോലെയാണ് വർക്ക് വരുന്നത്. പിന്നെ സ്ലീവ്സിലും അതുപോലെ ബോട്ടത്തിന്റെ എൻഡിലൊക്കെ വർക്ക് വരുന്നുണ്ട്. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്യൂട്ടിഫുൾ റെഡിൽ വൈറ്റ് വർക്ക് വരുന്ന സെറ്റാണ്. ഇതുപോലെ തന്നെ സെന്റർ പാനലിംഗ് ആയിട്ടാണ് വർക്ക് വരുന്നത്. സ്ലീവ്സിന്റെ എൻഡിലും ബാക്കിലും വിസിബിൾ ആയിട്ടുള്ള എല്ലാ പോർഷനിലും നമുക്ക് ഈ ഹാൻഡ് വർക്ക് ചിക്കൻ കറി ആഡ് ചെയ്ത് വരുന്ന സെറ്റാണ്. 7.5 മീറ്റേഴ്സ് ലെങ്ത് വരുന്നുണ്ട്. പ്രൈസ് ചെയ്യുന്ന 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ തന്നെ വൈറ്റ് ചിക്കൻ കറി വർക്ക് ആണ് കേട്ടോ. നല്ല ലൈറ്റ് ഷെയ്ഡ്സും അതുപോലെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് നമുക്ക് ഇപ്രാവശ്യം കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതുപോലെ ബാക്ക് സൈഡിലും സ്ലീവ്സിലൊക്കെ ഈ ഒരു വർക്ക് ആഡ് ചെയ്ത് വരുന്ന സെറ്റ്. പ്രൈസ് വരുന്നത് 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കില് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഫക്റ്റ് വരുന്ന സെറ്റ് ആണ്. ഇതുപോലെ തന്നെ ഈ ഒരു സെന്റർ പാനലിംഗ് ഇഫക്റ്റിൽ വരുന്ന വർക്ക് ഈ ഒരു ബാക്ക് പോർഷനിൽ സ്ലീവ്സിലൊക്കെ ഇതുപോലെ തന്നെ ബ്ലാക്കില് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വരുന്നത്. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഇതിലും ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നത് വൈറ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. ഭയങ്കര ഒരു ഓറഞ്ച് അല്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ചിൽ നിന്ന് ഓറഞ്ചിലേക്ക് അവർ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതുപോലെ തന്നെ എല്ലാം വർക്കൊക്കെ സെയിം ആണ് കേട്ടോ. നമുക്ക് സ്ലീവ്സിലും അതുപോലെ ബോട്ടത്തിലും ദുപ്പട്ടയിലും ഒക്കെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെ ത്രൂ ഔട്ട് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഈ ഒരു ഫാബ്രിക് ജോർജറ്റ് ആണ്. പ്രൈസ് വരുന്നത് 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ഷെയ്ഡില് ഈ ഒരു ത്രെഡ് വർക്ക് വൈറ്റ് ചിക്കൻ കറി വർക്ക് ആണ് വരുന്നത്. ത്രൂ ഔട്ട് ഇതുപോലെ തന്നെ ബേസ് പിങ്ക് കളറും വൈറ്റ് ത്രെഡ് വർക്ക് ആണ് വരുന്നത്. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലഡ് റെഡ് ഷെയ്ഡാണ്. ഇതില് റെഡ് തന്നെയാണ് കേട്ടോ. സെൽഫ് ത്രെഡ് വർക്ക് ആണ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ്. ത്രൂ ഔട്ട് ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. സ്കൈ ബ്ലൂവിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ സെറ്റ് ആണ്. ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ എല്ലാത്തിലും സെയിം തന്നെയാണ്. ഈ ഒരു സെന്റർ പാനലിംഗ് മോഡലിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലും സ്ലീവിലൊക്കെ ഇതുപോലെ തന്നെ. ഇപ്പൊ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ തന്നെ ആ ഒരു വർക്ക് വരും. നമുക്ക് വിസിബിൾ ആയിട്ട് ഈ ഒരു ലോവർ എൻഡിൽ ബോർഡേഴ്സ് ഒക്കെ വന്ന് അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബോട്ടം സൈഡിലാണ് നമുക്ക് എല്ലാത്തിന്റെയും വർക്ക് വരുന്നത് കേട്ടോ. ദുപ്പട്ടയും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കാണ്. പ്രൈസ് സെയിം തന്നെ 2300
2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ന്യൂഡ് ഷെയ്ഡിലൊക്കെ വരുന്ന ത്രെഡ് വർക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ്. നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന വർക്കാണ്. ജോർജറ്റ് ആണ്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഹാങ്ങറിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റുകളാണ് കേട്ടോ. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഒലിവ് ഗ്രീനിൽ ഇതുപോലെ സെന്റർ പാനലിംഗ് ആയിട്ടും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പോർഷനിലൊക്കെ ഈ ഒരു വർക്ക് വരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെയാണ് വ്യൂ. പ്രൈസ് വരുന്നത് 2300. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഒരു ടോൺ കയറി വരുന്ന ഒരു ഒനിയൻ, ഒരു പിങ്ക്, ഒരു ന്യൂഡ് ഷെയ്ഡിന്റെ കുറച്ചും കൂടെ ഒരു ഒനിയൻ പിങ്ക് എന്നൊക്കെ പറയാം. നല്ലൊരു കളറാണ്. ഒരു ലൈറ്റ് ഒനിയൻ പിങ്ക് ഒക്കെ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിലും ഇങ്ങനെ തന്നെ ത്രെഡ് വർക്ക് നമുക്ക് കാണുന്ന പോർഷനിലൊക്കെ ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ്, മെഷീൻ വർക്ക് അല്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് പീച്ച് കളറാണ്. നല്ലൊരു ലൈറ്റസ്റ്റ് വേർഷൻ പീച്ചില് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്ന എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു എലഗൻസ്. ചിക്കൻ കറി ജോർജറ്റിൽ വരുന്ന സെറ്റുകൾ ഒരിക്കലും അതിന്റെ ഒരു ഫ്രഷ്നെസ് പോവാത്തതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. പ്രൈസ് വരുന്ന 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ നല്ലൊരു ബേബി പിങ്ക് ആണ്. ബേബി പിങ്ക് ഷെയ്ഡിൽ ഈ ഒരു സെന്റർ പാനലിംഗ് വരുന്ന പോർഷനിൽ ഹാൻഡ് വർക്ക് ചിക്കൻ കാരിയാണ് വരുന്നത് കേട്ടോ. ഇതിലും ഇങ്ങനെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ വീഡിയോയിൽ വിസിബിൾ ആയിരിക്കില്ല. എല്ലാ സെറ്റിലും നമ്മൾ ഈ പറയുന്ന മോഡലിൽ തന്നെയാണ് വർക്ക് വരുന്നത്. 7.5 മീറ്റേഴ്സ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 2300 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് കേട്ടോ. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡ് തന്നെയാണ്. ലൈറ്റ് ലാവൻഡറിൽ ഇതുപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. പ്രൈസ് സെയിം തന്നെ. ഇപ്പൊ ചിക്കൻ കറി ജോർജറ്റിൽ വരുന്ന സെറ്റുകളിൽ നമ്മളിന്ന് കുറെ കളക്ഷൻസ് കണ്ടു. നല്ലോണം എല്ലാ ഷെയ്ഡ്സും, ലൈറ്റ് ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം. കാരണം നമ്മൾ കുറെ ക്വാണ്ടിറ്റി കൊണ്ടുവരാറില്ലേ. കുറെ ക്വാണ്ടിറ്റി കൊണ്ടുവന്നാൽ എന്താ വെച്ചാല് അതിലൊരു ഒരു യൂണീക്നെസ് ഉണ്ടാവില്ല അതില്, അല്ലെ, കുറെ വരുമ്പോ. അതുകൊണ്ടാണ് കുറച്ചായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോ ഇത്രയും ആൾക്കാർ ഇടുമ്പോ അതിന്റെ ഒരു ഫ്രഷ്നെസ് പോവും. അപ്പോൾ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. നിങ്ങൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ വാട്സ്ആപ്പ് നമുക്ക് ഓഫ് ടൈമിൽ നോക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ തന്നെയായിരിക്കും നല്ലത്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചിക്കൻ കറി സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരെണ്ണം എടുത്തോ. എവർഗ്രീൻ സെറ്റ് ആണ്, അത് ഗ്യാരണ്ടിയാണ്. അത്രയും സൂപ്പറാണ് ഈ ചിക്കൻ കറി സെറ്റുകൾ. അപ്പൊ ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.